Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ വേടാ നമ്മൾ എന്താ പറയുക ക്രിസ്മസ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് എക്സാംസിനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത്യാവശ്യം ബൾക്ക് ആയിട്ടുള്ള സിലബസ് വെച്ചിട്ട് എന്താ പറയുക പഠിക്കാൻ പറ്റുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം അല്ലെ, നല്ല രീതിയിൽ എക്സാം പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് വെക്കേഷൻ ആണ്. ആ വെക്കേഷൻ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഫുൾ എന്തായിരിക്കും, ഓ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകണം, അപ്പം ടീച്ചർ ആൻസർ ഷീറ്റ് ആയിട്ട് വരും, വീട്ടിൽ നിന്ന് അടി കിട്ടും, സ്കൂളിൽ നിന്ന് ടീച്ചറുടെ അപമാനം സഹിക്കണം, അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടത്തെ അപമാനം സഹിക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നേരിടേണ്ടി വരിക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ പഠിക്കണം. അപ്പൊ പഠിക്കുമ്പോൾ നമുക്കിനി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 41 ചാപ്റ്റേഴ്സ്, ഓക്കെ 41 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് +2 ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. ആൻഡ് ഈ 41 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോടാ, ഈ 41 ചാപ്റ്റേഴ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫിസിക്സ് ഉണ്ട്, ഓഫ് കോഴ്സ് കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ബയോ ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ബോട്ടണി പ്ലസ് സുവോളജി. ഇത്രയും ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ 41 ചാപ്റ്റേഴ്സ്. ഇനി ഇതല്ലാതെ നമുക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ അല്ലടാ. സോ ഇത്രയും സംഭവങ്ങൾ അഡീഷണൽ ആയിട്ട് ഇത്രയും സംഭവങ്ങളും കൂടെ പഠിക്കാനായിട്ട് ഇനി നമുക്കുള്ളത് 7 days ആണ്. അപ്പം എങ്ങനെ ഈ 7 days നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 41 ചാപ്റ്റേഴ്സ് 7 ദിവസത്തിനുള്ളിൽ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആണ്. ആൻഡ് തീർച്ചയായിട്ടും നമുക്ക് ടൈം ടേബിളും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ഐഡിയ നമുക്ക് നോക്കി നോക്കാം. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഓഫ് കോഴ്സ് ചെയ്യാൻ പറ്റുവാടാ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡീപ്പായിട്ട് സബ്ജക്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. കാരണം ഇനി ഞാൻ കാൽക്കുലേഷൻ കാണിച്ചു തരാം. നമുക്കറിയാം 12-ാം തീയതി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം ഫിസിക്സ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഫിസിക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സ്, ഓക്കെ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് ഫിസിക്സിലാണ് അല്ലെ, ഓൾസോ മാത്സും. അപ്പൊ ഈ 10 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 11-ാം തീയതി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം അല്ലെ. 12-ാം തീയതി നമ്മൾ എക്സാം എഴുതാൻ പോവാ, 10-ാം തീയതി നമ്മൾ നല്ല രീതിക്ക് പഠിക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകളൊന്നും തൊട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും ഈ 2 ദിവസം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 9-ാം തീയതി കൂടെ, അതായത് ഓൾമോസ്റ്റ് 3 days നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫിസിക്സിനെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം 5-ാം തീയതി ആയില്ലേ, 6, 7, 8, 9 4 ദിവസമാണ് ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഓക്കെ 4 ദിവസം, അതായത് ഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സിന്റെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 14-ാം തീയതി മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ 15-ാം തീയതി കെമിസ്ട്രിയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ. ആൻഡ് മാത്തമാറ്റിക്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 11 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത്, 11 ചാപ്റ്റേഴ്സ് ആണ് മാത്തമാറ്റിക്സ്. അതേപോലെ തന്നെ കെമിസ്ട്രിയിലാണെങ്കിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ 14-ഉം 15-ഉം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇവിടെ 12 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മാത്തമാറ്റിക്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു 1 day ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്തമാറ്റിക്സിന് കിട്ടുന്നുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇനി ഇവിടെ ഉള്ള 4 ദിവസത്തില്, ഓക്കെ 4 ദിവസമാണുള്ളത്, അതിൽ നമുക്ക് ഓൾമോസ്റ്റ് 1.5 ഡേയും കൂടെ നമുക്ക് കൊടുക്കാം. അതായത് നമ്മളിപ്പോ ഇന്ന് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഇന്നും നാളെ ഒരു പകുതി വരെയും നമുക്ക് എന്താ പറയുക മാത്തമാറ്റിക്സിന് വേണ്ടി കൊടുക്കാം. ആൻഡ് ഇത് നിങ്ങൾക്ക് സബ്ജക്റ്റുകളെ ഡിഫിക്കൽട്ടി തോന്നുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ മാത്സ് ചിലർക്ക് ഈസി ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും ടഫ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 day കൂടെ മാത്രം നിങ്ങൾ മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ബാക്കി ദിവസങ്ങളൊക്കെ കെമിസ്ട്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയാലോടാ, അപ്പം എത്ര നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത് മാക്സിമം 2.5 day ആണ് ഓരോ സബ്ജക്റ്റിന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലെ, എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ ഡെപ്ത് പോവരുത്, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കിട്ടത്തില്ല. ഇനിയിപ്പോ നിങ്ങൾ ഈ 11 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്താ പറയുക 2 ചാപ്റ്റർ ആണ് നന്നായി പഠിക്കാത്തതുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ അത്യാവശ്യം റിവിഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്, വ്യക്തമായിട്ട് അറിയാം. എങ്കിൽ നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ്, പഠിക്കാത്ത 2 ചാപ്റ്റേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു. ഞാൻ പറയുന്നത് 0 ആയിട്ട് നിൽക്കുന്നവർ, അതായത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇനി ഒരു സബ്ജക്റ്റിനെ കൂടി പോയാൽ കിട്ടുന്നത് 2.5 ദിവസം, അതായത് 2.5 ദിവസം. അതും കഷ്ടമാണ്. നിങ്ങളൊന്ന് നോക്കിക്കേടാ, ഇതിൽ 10-ാം തീയതി മാത്രമാണ് ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ എന്താ പറയുക സ്കൂളിൽ പോകുന്ന ദിവസമാണ് നമുക്ക് ബാക്കി ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലൊരു 2.5 day എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മണിക്കൂറുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. കാരണം അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ +2
+2 പഠിക്കുന്ന മക്കളാണ്, തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്. കാരണം നിങ്ങളുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഇനി വെറും 3 മാസത്തിൽ സംഭവിക്കും. ഓക്കെ, 3 മാസം എന്ന് പറയുന്നതൊക്കെ കണ്ണ് അടച്ച് തുറക്കുമ്പോഴത്തേനും വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ മക്കൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. ആ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപാട് സമയം ഒരു സബ്ജക്റ്റിലോട്ട് മാത്രം കൊടുക്കാതിരിക്കുക. ഓക്കെ അല്ലെ? അതുകൊണ്ടാണ് ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ മാത്സിന് നമുക്ക് ഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞ് വരുന്ന സമയം തൊട്ടിട്ട് മാത്സ് എക്സാമിന് പോകുന്നത് വരെയും നിങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ഒരു ഡേ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസവും അല്ല, എക്സാംസിന് നമുക്കൊരു ഒരു നൈറ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു എക്സാമിന് നമുക്ക് ഇത്രയും ദിവസം, അതായത് അഡീഷണൽ ആയിട്ട് ഒരു 1 ഡേയും കൂടെ കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16-ാം തീയതി എക്സാം ഇല്ല, 17-ാം തീയതി എക്സാം ഇല്ല, 18-ാം തീയതി എക്സാം ഇല്ല, 19-ാം തീയതിയാണ് ബയോളജി വരുന്നത്. ഓക്കെ അല്ലെ? 19-ാം തീയതി ബയോളജി, 20-ാം തീയതി നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ് വരുന്നത്, ആൻഡ് 21-ാം തീയതി നിങ്ങളുടെ പാർട്ട് 2 ലാംഗ്വേജ് ആണ് വരുന്നത്. ഓക്കെ അല്ലടാ? അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ വിചാരിക്കും ഈ 3 ദിവസം എന്ത് ചെയ്യാം, ബയോളജിക്ക് അങ്ങ് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കല്ലേ മക്കളെ. കാരണം എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ നിങ്ങൾക്ക് അറിയാം ബയോളജി എന്ന് പറയുന്നത് മാത്രമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബാലികാറ മലയാണ്. അതായത് ഒട്ടും പഠിക്കാതെ ലാംഗ്വേജ് പോയി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. ഈവൻ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് 2 ലാംഗ്വേജ് കുറച്ചും കൂടെ ലിബറൽ ആണ്. എന്നിരുന്നാൽ പോലും എടാ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ വളരെ ടഫാണ്. പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി +1 എക്സാം എഴുതിയവരാണ്, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. പഠിക്കാതെ പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നല്ല മാർക്ക് കിട്ടത്തില്ല എന്നുള്ളത്. സോ ഇത് നമ്മുടെ ഭാവിയിൽ എക്സാമിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിനും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ടൈം കൊടുക്കണം. നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജിനും പ്രോപ്പർ ആയിട്ടുള്ള ടൈം കൊടുക്കണം. ആൻഡ് ഓൾസോ ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോട്ടണിയിൽ 4 ചാപ്റ്റേഴ്സും സുവോളജിയിൽ 8 ചാപ്റ്റേഴ്സുമാണ് പഠിക്കാനുള്ളത്. അപ്പം അത്രയും പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത്രയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെടാ ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്താ പറയാ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടെ നോക്കി കാണണം, ഒന്നിനും കുറച്ച് കാണരുത്. കാരണം അതിന് നല്ല വെയിറ്റേജും വരുന്നതാണ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിനും ചെറുതായി കാണരുത്. നല്ല മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഈ 16, 17, 18 ദിവസങ്ങൾ, ഈ 3 ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ 3 സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ അല്ല? അപ്പൊ നിങ്ങളുടെ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇനിയുള്ള 7 ദിവസത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്തമാറ്റിക്സിന് കൊടുക്കുക. ബാക്കി 3 സബ്ജക്റ്റിന് 3 ദിവസം വെച്ച് കിട്ടുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എന്താ പറയാ, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെക്റ്റിക് ആയിട്ട് വരും. അത്രയും ഹെക്റ്റിക് ആകരുത്. നമ്മൾ അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എന്താ പറയാ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണം, മോട്ടിവേഷൻ വേണം, ഗൈഡൻസ് വേണം, ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല, ഇത് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെക്ചറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കമന്റ് ബോക്സ് ഇസ് ഓൾ യുവേഴ്സ്. ഓക്കെ, നിങ്ങൾ അവിടെ കിട്ടുന്ന കമന്റിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നുണ്ട്. സോ എടാ മക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഓട്ടത്തിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ നല്ല ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഓട്ടത്തിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സും NCERT ക്ലാസ്സും അതുപോലെ തന്നെ ലൈവ് സെഷനുമായിട്ട് വരുന്നത്. അതേപോലെ ഫിസിക്സിന്റെ മാരത്തൺ, ഓക്കെ, ഫിസിക്സിന്റെ മാരത്തൺ നിങ്ങൾക്ക് 10-ാം തീയതി 10th സൺഡേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് 11-ാം തീയതി നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ സെഷൻസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം എനിക്ക് പറയാനുള്ളത്, ഓണം എക്സാം നമ്മുടെ ലെക്ചേഴ്സ് കണ്ടവരും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ലെക്ചേഴ്സ് കണ്ടവർക്കും ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ക്ലാസ് കണ്ടതുകൊണ്ട് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമ്മുടെ 10-ാം തീയതി സൺഡേ ആണെങ്കിൽ 11 മണിക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മക്കളെ. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.